ഒരു മാതാവിന്റെ കണ്ണുനീരിൽ നിന്നും ശാപത്തിൽ നിന്നും ആർക്കും മുക്തി നേടുവാൻ സാധിക്കില്ല. മാതാപിതാക്കളുടെ ശാപവും കണ്ണീരും പേറി ആരും നമുക്കരികിലെത്തരുത്. ഗാന്ധാരി മാതാവിന്റെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും. പൂർവജന്മത്തിൽ നാം ബാലിയോട് ചെയ്ത പാപകർമ്മമാണ് നമ്മെ ആ ശാപത്തിന് പാത്രീഭൂതനാക്കിയത്. നാം ഉപേക്ഷിച്ച ദ്വാരക അതിവേഗം തന്നെ സമുദ്രത്തിൽ ആഴപ്പെടും. നമ്മുടെ മറ്റൊരവതാരത്തിനു വേണ്ടി ഈ ഭാരതഖണ്ഡം കാത്തിരിക്കുക. നാം ഇഹലോകവാസം വെടിയുമ്പോൾ, ദ്വാരക സമുദ്രത്തിൽ ആഴപ്പെടുമ്പോൾ, നാം പൂജിച്ചു വന്നിരുന്ന വിഗ്രഹം ഭാരതഖണ്ഡത്തിലെ പുണ്യഭൂമിയിൽ സ്ഥാപിക്കുക. സമുദ്രത്തിൽ ആഴ്ന്ന വിഗ്രഹം വായുദേവൻ അങ്ങയുടെ കരങ്ങളിലെത്തിക്കും. പുണ്യസ്ഥലം കണ്ടെത്തുവാൻ ശിവപാർവതിമാർ അങ്ങയെ സഹായിക്കും. പഴശുരാമന്റെ മണ്ണിലേക്ക് യാത്രയാകുക. ആ പുണ്യഭൂമി ഗുരുവായ അങ്ങയുടെയും വായുദേവന്റെയും നാമത്തിൽ, ഗുരുവായൂർ എന്ന നാമത്തിൽ കീർത്തീഭവിക്കും. കലിയുഗത്തിന്റെ പാപഭാരങ്ങളിൽ നിന്നും, നെഞ്ഞുരുകി നീറുന്ന വിഷമവേദനകളിൽ നിന്നും മാനവരാശിക്ക് ആശ്രയം നൽകുവാൻ നാം നമ്മുടെ സർവ്വ തേജസ്സോടുകൂടിയും ആ പുണ്യഭൂമിയിൽ നിലകൊള്ളും. തഥാസ്തു.